അരുണാചൽ പ്രദേശിലുണ്ടായ ആ ദാരുണമായ സംഭവത്തിന്റെ യഥാർത്ഥ കാരണത്തിലേക്കാണ്. അരുണാചൽ പ്രദേശിൽ മരിച്ച മലയാളികൾ അന്യഗ്രഹ ജീവിതത്തിൽ വിശ്വസിച്ചവരാണത്രേ. അതിനുള്ള തെളിവുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അന്യഗ്രഹ ജീവിതം, അന്യഗ്രഹ ജീവി, ഇതൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നതല്ലാതെ ഇതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നവർ നമുക്കിടയിൽ ഉണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് അത് ഉയർത്തുന്നത്. മരിച്ച ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് വിചിത്ര വിശ്വാസങ്ങളിലേക്ക് രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമി അധികകാലം നിലനിൽക്കില്ല എന്ന് വാദിക്കുന്ന രേഖകളാണ് ആ ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്നത്. ഭൂമിയിലെ 90% മനുഷ്യരെയും മൃഗങ്ങളെയും മറ്റു ഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നാണ് രേഖയിലുള്ളത്. ഇതൊക്കെ വിശ്വസിച്ച് അവർ പോയതാണോ അരുണാചൽ പ്രദേശിലെ താഴ്വരയിലേക്ക്? എന്തായിരിക്കാം അവർക്ക് സംഭവിച്ചത്? അവിടുത്തെ ദുരൂഹത അവസാനിക്കുന്നില്ല. അതിൽ ഇതുവരെ ചുരുളഴിഞ്ഞ ഏടുകൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നു സുനിഷ. ഇറ്റാനഗറിലെ മലയാളികളുടെ മരണത്തിന് പിന്നാലെ പുറത്തുവരുന്നത് അവിശ്വസനീയമായ കഥകൾ. ചെറുപ്രായത്തിലുള്ള വിദ്യാസമ്പന്നരായ 3 യുവത്വങ്ങൾ അന്ധവിശ്വാസത്തിന്റെയും ആഭിചാരത്തിന്റെയും പുറകെ പോകുന്നു. സംഭവത്തിലെ ദുരൂഹതകൾ ചുരുളഴിയുമ്പോൾ പുറത്തുവരുന്നത് അമ്പരപ്പിക്കുന്ന കാഴ്ചകൾ. ബ്ലാക്ക് മാജിക്കിൽ തുടങ്ങിയ സംശയം, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള തിരച്ചിലുകൾ, രക്തവും രക്തത്തുള്ളിയും മൃതദേഹവും സ്ഥിരം കാണാൻ ആഗ്രഹിച്ച ചിത്രങ്ങൾ. അങ്ങനെ നിഗൂഢതകൾ കെട്ടഴിയുമ്പോൾ മറ്റൊരു വിചിത്ര വിശ്വാസങ്ങളുടെ ചിത്രം കൂടി തെളിയുകയാണ്. ഭൂമി അധിക നാൾ നിലനിൽക്കില്ലെന്നും അന്യഗ്രഹത്തിൽ ഒരു ജീവിതമുണ്ടെന്നുമാണ് ഇവരുടെ വിശ്വാസം. ആര്യയുടെ ലാപ്ടോപ്പിൽ കണ്ട ആ 466 പേജുകളുള്ള രേഖകൾ എന്തായിരുന്നു? ആൻഡ്രോമീഡ ഗാലക്സി, അതിലൊരു സാങ്കല്പിക അന്യഗ്രഹ ജീവി, പേര് മിഥി. ഇവയുമായുള്ള സംഭാഷണമായാണ് രേഖകളിലെ കുറിപ്പുകൾ. ദിനോസറുകൾ മുതൽ മനുഷ്യഭാവി വരെ വിഷയങ്ങൾ. വിചിത്രമാണ് വിശ്വാസം. ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ലെന്നും മറ്റു ഗ്രഹങ്ങളിലേക്ക് മാറ്റിയതാണെന്നും ഇവർ കരുതുന്നു. ഭൂമിയിലെ 90% മനുഷ്യരെയും മൃഗങ്ങളെയും 2 ഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മറ്റൊരു പ്രതീക്ഷ. അന്റാർട്ടിക്കയിൽ ഇതിന്റെ ഗവേഷണ കേന്ദ്രത്തെക്കുറിച്ചും സ്പേസ് ഷിപ്പുകളെക്കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ട്. ഉൽക്കകളിൽ നിന്നുള്ള ആന്റി കാർബൺ സ്പേസ് ഷിപ്പുകളുടെ ഇന്ധനമായി ഉപയോഗിക്കുന്നുവെന്നും ഇവർ വിശ്വസിക്കുന്നു. ഇങ്ങനെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഏറെയാണ്. മരണത്തിന്റെ രീതികൾ നോക്കിയാലും ഇതെല്ലാം കാണാം. തെരഞ്ഞെടുത്ത സമയം, സ്ഥലം, ദേഹം മുറിക്കാൻ ഉപയോഗിച്ച ബ്ലേഡുകളിൽ വരെ ദുരൂഹത. മരണസമയത്ത് ദേവിയും ആര്യയും കറുത്ത കല്ലു പതിച്ച കൈവള ധരിച്ചിരുന്നു. ഇത് ആഭിചാര പ്രക്രിയയുടെ ഭാഗമായെന്ന് സംശയമുണ്ട്. ശരീരത്തിൽ മുറിവുണ്ടാക്കാൻ ഉപയോഗിച്ച 3 ബ്ലേഡുകൾ, 3 പേർക്കും വെവ്വേറെ ബ്ലേഡുകൾ. ഇതും ആഭിചാര പ്രക്രിയ നടന്നുവെന്ന സംശയത്തെ ബലപ്പെടുത്തുന്നു. ഇനിയും ചുരുൾ അഴയേണ്ട ചിലതുണ്ട്. ഇനിയും ഈ കെണിയിൽ എത്ര പേർ? ഏത് കണ്ണിയായിരിക്കും ഇവരെ ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക?